ചേട്ടാ, നമ്മൾ ഈയിടെയായി കണ്ടുവരുന്നൊരു സംഭവമാണ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക, വൈറലാകുക. അതാണ് അവരുടെ ലക്ഷ്യം. ഉം. അപ്പം ഇത്തരമൊരു സംഭവം ഈയിടെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പം ഇതിന്റെ അവസാനത്തിരിയാണ് ഇന്നലെ ജീവനൊടുക്കിയ ദീപക് എന്ന വ്യക്തി. ഉം. എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? നമ്മളെല്ലാവരും പൊതുഗതാഗത സംവിധാനങ്ങൾ കാര്യമായി ഉപയോഗിക്കുന്നവരാണ്. അതെ. നിരന്തരം ബസ്സുകൾ, മെട്രോകൾ, അങ്ങനെ പല വിധത്തിൽ പൊതുവിടങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത്തരത്തിലൊരു അനുഭവം ഒരു പുരുഷനിൽ നിന്ന് ഒരു പൊതുവിടത്തിലൊരു അനുഭവം ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നാൽ ശില്പ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? അടിച്ച് കരണം പൊട്ടിക്കും. ആ ഒരു പൊതുവിടത്തിൽ ആദ്യം ഒരു സ്ത്രീ ഇത്തരം ഒരു അതിക്രമം നേരിട്ടാൽ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക കൂട്ടത്തിലുള്ള ആളുകളെ ആ വിവരം അറിയിക്കുക. ഒരു ബസ്സാണെങ്കിൽ അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയാൽ, ഒരു സ്ത്രീ ബഹളം ഉണ്ടാക്കി തനിക്ക് ഇത്തരത്തിലൊരു അനീതി അല്ലെങ്കിൽ ഒരു അനുഭവം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ജനക്കൂട്ടം തീർച്ചയായും ആ സ്ത്രീയെ മാത്രമാണ് പിന്തുണയ്ക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇവിടെ ഈ കഴിഞ്ഞ കുറേ നാളുകളായി വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ ലക്ഷ്യം ആ ഒരു വ്യക്തിയുടെ മോശം പെരുമാറ്റത്തെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക മാത്രമല്ല, അതിലൂടെ ഒരു റീച്ച് ഉണ്ടാക്കുക, സാമൂഹിക മാധ്യമത്തിൽ തങ്ങൾക്കൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിൽ ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുന്ന പ്രവണത ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് എന്ന 41 വയസ്സുകാരൻ. ഇത് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിലൊരു കേസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊട്ടാരക്കര കൊല്ലം റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു KSRTC ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു യുവതി, ആ യുവതിയുടെ സമീപത്തിരിക്കുന്ന ഒരു മധ്യവയസ്സിനോടടുത്ത ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ മുഖം ബ്ലർ ചെയ്യാനുള്ള കരുണ അന്ന് ആ പെൺകുട്ടി കാണിച്ചിട്ടുണ്ട്. അയാളുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിങ്ങിയിരിക്കുന്ന ബസ്സിൽ ഇയാളുടെ കൈ മനഃപൂർവ്വം ഇവരുടെ ദേഹത്ത് സ്പർശിക്കുന്നു എന്നൊരു പരാതിയായിരുന്നു ഈ പെൺകുട്ടി അന്ന് ആ റീലിലൂടെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. അതിന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. ആ പെൺകുട്ടിയെ മോശം പറഞ്ഞുകൊണ്ട് പ്രതികരണം ഉണ്ടായി. പ്രത്യേകിച്ച് അതിനകത്ത് ആ വീഡിയോ കാണുന്ന നമ്മൾക്കാർക്കും മനസ്സിലാവില്ല അത്തരം ഒരു പെരുമാറ്റം ആ മനുഷ്യന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതെ, ആ ഒരു വീഡിയോ വന്നു കഴിഞ്ഞ് മധ്യവയസ്സിനോടടുത്ത പ്രായമുള്ള അയാൾ ഒരു പക്ഷേ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. മലയാളിയാണെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഈ KSRTC ബസ് വളരെ ഞെരുങ്ങിയിരിക്കാൻ പറ്റുന്ന 2 സീറ്റുകൾ മാത്രമുള്ള ഒരു സീറ്റാണ്. ആ സീറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു പുരുഷൻ, ആ പുരുഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രകോപനപരമായ ഒരു ആംഗ്യവും തൻ്റെ നേർക്ക് വരുന്നില്ല. എന്നിട്ടും ആ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ ആ വീഡിയോയ്ക്ക് വളരെയധികം റീച്ച് ഉണ്ടായി. 2 മില്യനോടടുത്ത് 7 മില്യനോടടുത്ത് ആദ്യത്തെ വീഡിയോ റീച്ചായി. അത് കഴിഞ്ഞ ആ പെൺകുട്ടി വീണ്ടും ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനും വലിയ റീച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായി. ഇപ്പോൾ രണ്ടാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇക്കഴിഞ്ഞ 15-ാം തീയതി, ജനുവരി 15-ാം തീയതി നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്, ഈ സ്വകാര്യ ബസ്സിൽ കയറിയതാണ് ദീപക് എന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി. ഇയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ വസ്ത്രവ്യാപാരശാലകളിലേക്കുള്ള തുണിത്തരങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെയിൽസ് സ്റ്റാഫാണ്. ഈ സെയിൽസ് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിരന്തരം ബസ്സുകളിൽ സഞ്ചരിക്കുന്നു. കോഴിക്കോട് സ്വദേശിയാണ്. ഇത്ര ദൂരം, പയ്യന്നൂർ കോഴിക്കോട് എന്ന് പറയുന്നത് വളരെയധികം ദൂരമുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട എത്തിയ ആളാണ് ഇദ്ദേഹം. ഈ ബസ്സിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ സ്ത്രീയാണ് ഈ കഥയിലെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വില്ലൻ കഥാപാത്രം ചെയ്യുന്ന സ്ത്രീ. ഇവരുടെ പേര് ഷിംജിത എന്നാണ്. ഇവർ വടകര സ്വദേശിനിയാണ്. ഇവർ മുൻപ് കഴിഞ്ഞ ടൈമിൽ മുസ്ലിം ലീഗിനെ ഭാഗമായിരുന്ന വടകര നമ്മുടെ അരീക്കോട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളേരി ഡിവിഷനിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഈ ടൈമിലാണ് അവർ മാറിയത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ദീപകിനെ കാണാനിടയായി. ഈ ബസ്സിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ, ഇവർ പങ്കുവെച്ച ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അറിയാം, ആ ബസ്സിൽ കടുത്ത ജനത്തിരക്കുണ്ട്. സ്വകാര്യ ബസ്സാണ്. അപ്പോൾ സാധാരണയായി പുരുഷന്മാർ നിൽക്കാറുള്ളത് ഈ ബസ്സിൻ്റെ പുറകുഭാഗത്താണ്, സ്ത്രീകൾ മുന്നിലാണ് നിൽക്കാറുള്ളത്. ഈ ബസ്സിൽ ആകെയുള്ളൊരു പോരായ്മ, പറയുന്നതിനൊരു കാമ്പുള്ള ഒന്നാണെങ്കിൽ ആ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്താണ് ആ ബസ്സിൽ പുരുഷന്മാർ നിൽക്കുന്നത്. പുരുഷന്മാർ ഇയാൾ മാത്രമല്ല, 1-2 പേർ അപ്പുറത്തുമുണ്ട്. അപ്പോൾ ഇവർ ചിത്രീകരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുമ്പോൾ, ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ആ ഫോൺ നമ്മൾ രഹസ്യമായിട്ട്, അതായത് തൊട്ടടുത്തിരുന്ന് തന്നെ ശല്യപ്പെടുത്തുന്ന വ്യക്തി കാണാത്ത രീതിയിൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ ആ ഒരു ഫോൺ ഹൈഡ് ചെയ്തായിരിക്കും ഈ വീഡിയോ ചിത്രീകരിക്കുക. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ സ്ത്രീ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്ന വിധം നോക്കുകയാണെങ്കിൽ ഈ ബസ്സിൻ്റെ പല ഭാഗത്തു നിന്ന്, പല ആംഗിളുകളിൽ ഒരു വ്ളോഗ് ചിത്രീകരിക്കുന്ന ലാഘവത്തോടെ ഒരു ലൈംഗികാതിക്രമം ചിത്രീകരിക്കാൻ ഉള്ള ഒരു ശ്രമം. അത് എങ്ങനെയാണ്? അതിനകത്ത് ആദ്യത്തെ നമ്മൾ ഈ കൊട്ടാരക്കര കൊല്ലം റൂട്ടിൽ സംഭവിച്ചിരിക്കുന്ന അതേ ഇൻസിഡൻറ്റ് പോലെ തന്നെ ഈ റൂട്ടിൽ നടന്നിരിക്കുന്ന ഈ ഒരു ബസ്സിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിലും പ്രത്യേകിച്ചൊരു പെരുമാറ്റ ദൂഷ്യം ഈ ദീപക്കിൽ നിന്ന് കാണാൻ നമുക്ക് സാധിച്ചില്ല. അത് കൂടാതെ അതൊരു എഡിറ്റഡ് വീഡിയോ ആണ്. ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആ പെൺകുട്ടി ഫ്രണ്ടിലേക്ക്
ക്യാമറ വെച്ച് പിടിച്ചിട്ടുണ്ട്, സൈഡിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, മറ്റ് പല ആംഗിളിൽ വെച്ച് ചിത്രീകരിക്കുന്ന ആ വീഡിയോകളിൽ ഒന്നിൽ പോലും ഈ ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്നൊരു മോശം പെരുമാറ്റം ആ സ്ത്രീക്ക് നേരിട്ടതായിട്ട് നമുക്ക് കാണുന്ന സാമാന്യ മനുഷ്യർക്ക് കാണാൻ സാധിക്കില്ല. ഇവരൊരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണെന്നാണ് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലൊരു മനുഷ്യനെ അയാളുടെ ഒരു ജീവിതം കളഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പെരുമാറ്റം അവർക്ക് വേണമെങ്കിൽ അത്തരത്തിലൊരു ഇവർക്കല്ല ഈ ഒരു പെരുമാറ്റം അയാളുടെ ഭാഗത്തു നിന്നൊരു മോശം പെരുമാറ്റം നേരിട്ടത്. ഇവരുടെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറുന്നത് ഈ സ്ത്രീ കാണാനിടയായി. അങ്ങനെ കാണാനിടയായ ആ പെൺകുട്ടി അൺകംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ചെയ്തികൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഇവർ മൊബൈൽ ഫോൺ ഓണാക്കി, ക്യാമറ ഓണാക്കി ഈ വീഡിയോ ചിത്രീകരിച്ചു. ഇത് കൂടാതെ ഈ ബസ് നിർത്തുന്ന വേളയിൽ ഇയാളുടെ കൈ തനിക്ക് നേരെയും നീണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട്. അറിയാതെ എന്നാണ് ഇവർ ആ പോസ്റ്റിലടക്കം കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് തിരക്കുള്ളൊരു ബസ്സിൽ സാധാരണയായിട്ട് സീറ്റിൽ പിടിച്ച് നിൽക്കും, കമ്പിയിൽ പിടിച്ച് നിൽക്കും. അങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴും നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത് സാധാരണ റോഡുകളാണ്. അവിടെ എത്രത്തോളം ഗ്രാമീണ മേഖലകളാകട്ടെ, റൂറൽ ഈ അർബൻ ഏരിയ ആകട്ടെ, ഈ ഒരു ഏത് മേഖല എടുത്താലും നമ്മുടെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളൊന്നുമല്ല. അത്യാവശ്യം നമ്മളിപ്പോൾ ശില്പ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിക്കുന്ന വേള മാത്രം നോക്കുക. ആ റൂട്ടിലാണ് ഏറ്റവും അധികം അക്രമം ഉണ്ടാവേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകൾ ഇറങ്ങിയാൽ ഏറ്റവും ജാഗ്രതയുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു റോഡെന്ന് പറയുന്നത്. കാരണം പൊളിച്ചിട്ടിരിക്കുന്നു, വാഹനങ്ങൾ കുലുങ്ങി തിരിഞ്ഞൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എത്ര നിയന്ത്രിച്ച് നിൽക്കാൻ ശ്രമിച്ചാലും അയാളുടെ ഒരു ദേഹം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, ഇങ്ങനെ ഒരു പുരുഷൻ്റെ സ്പർശനം, അറിയാതെയുള്ള സ്പർശനം പോലും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും സഞ്ചാരമാർഗം തേടിയായിരിക്കണം പോകേണ്ടത്. അല്ലാതെ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കാനുള്ള കാരണമാകരുത്. ഈ 15-ാം തീയതി നടന്ന ഇൻസിഡൻറ്റിന് ശേഷം ഈ ദീപക് ഈ സംഭവം അറിയുന്നത്, ഈ സംഭവം വ്യാപകമായിട്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് ശേഷമാണ്. ഈ സ്ത്രീ ഇത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്നു, അതിന് വലിയ റീച്ച് ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ പെട്ടെന്ന് കത്തിക്കയറും. ഇതിന് വലിയ കമൻറ്റുകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ അൽഗോരിതം മാറിയിട്ട് പെട്ടെന്ന് അതിന് റീച്ച് ഉണ്ടാകും. അങ്ങനെ ഈ തൻ്റെ വീഡിയോ താൻ പയ്യന്നൂർ വഴി സഞ്ചരിക്കുന്ന വേളയിൽ സ്വകാര്യ ബസ്സിൽ ഇത്തരമൊരു അനുഭവം നേരിട്ട ഒരു കാര്യം ഇദ്ദേഹം അറിയുന്നത് ഒരുപക്ഷെ ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷമായിരിക്കും. ഇയാളൊരു വിഭാര്യനാണ്, ഡിവോഴ്സിയാണ്. ഇദ്ദേഹത്തിനൊരു മകനും കൂടിയുണ്ട്. 2 മാതാപിതാക്കളുടെ ഏക ആശ്രയമായ ഒരു 41 വയസ്സുകാരൻ. ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാലറിയാം. അങ്ങനെ ആരെയും ന്യായീകരിക്കുന്നതല്ല. സാധാരണയായിട്ട് എത്ര ഓമനത്വമുള്ള മുഖമാണെങ്കിലും അതിനുള്ളിലൊരു ക്രിമിനൽ വാസന ഉണ്ടാകും. അത് നമ്മൾ അങ്ങനെ മുഖം കണ്ടിട്ട് ഒരാൾ പാവമാണ് അല്ലെങ്കിൽ മോശക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന പ്രായമായ മാതാപിതാക്കളെ നോക്കുന്ന ഒരു വ്യക്തി, ഒരു മകനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഒരു ബസ്സിൽ ദീർഘദൂരം ബസ്സുകളിൽ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തി തനിക്ക് ആദ്യമായി സമൂഹത്തിൽ ഇതിനു മുൻപ് ആ വ്യക്തിക്കെതിരെ ഇത്തരത്തിലൊരു മോശം ആരോപണം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇയാളുടെ കുടുംബവും സുഹൃത്തുക്കളും അടക്കം പറയുന്നത്. അങ്ങനെ പറയുന്നൊരു വേളയിൽ ഇയാൾക്ക് എത്രത്തോളം മനോവിഷമം ആ ഒരു വീഡിയോ, സാധാരണ മനുഷ്യരൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ട് നിരന്തരം ചെയ്യുന്ന ഈ ഒരു കൃത്യം, പെരുമാറ്റ ദൂഷ്യം പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കുലുക്കമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അയാൾ ഒരുപക്ഷെ ആ സ്ത്രീ ഒരു പരാതി പോലീസ് സ്റ്റേഷൻ മുഖാന്തരം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന നടപടികൾ നേരിടുക. അതിനപ്പുറം അയാൾ സ്വന്തമായി, അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ ദൂഷ്യമാണ്, അതൊരു ബിഹേവിയറാണ്, അതൊരു മാനസിക വൈകല്യമാണ്. ഈ വൈകല്യം നിരന്തരം അയാൾ ആ ഒരു പോലീസ് നടപടി ഉണ്ടായെങ്കിൽ അത് കഴിഞ്ഞും അയാൾ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത മനുഷ്യർ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പെരുമാറ്റ ദൂഷ്യം, ഒരാൾ ആരോപണം നേരിടേണ്ടി വരിക, സ്വന്തം കുടുംബത്തിന് മുന്നിൽ മോശക്കാരനാവുക എന്നതാണ് ആ പ്രായമായ മാതാപിതാക്കൾക്ക് താങ്ങാകേണ്ട ഒരു മനുഷ്യൻ. അയാളുടെ പേരിൽ ഉയർന്നു വരുന്ന ഒരു ഗുരുതരമായ ലൈംഗിക ആരോപണം, ലൈംഗികാതിക്രമം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം മനസാവാച കർമ്മന അറിയാതെ ഇത്തരത്തിലൊരു ആരോപണം കേൾക്കേണ്ടി വരുന്നൊരു മനുഷ്യൻ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ 2 അടിക്കുന്ന ആളുകളാണെങ്കിൽ അടിച്ചിട്ട് ആരുടെങ്കിലും പരാതി പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരഞ്ഞ് അതങ്ങ് തീർക്കും. പക്ഷേ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഡിവോഴ്സിയാണ്, അയാൾക്ക് തൻ്റെ വിഷമം പറയാനായിട്ട് മാതാപിതാക്കൾ മാത്രമാണുള്ളത്. ആ അമ്മ പറയുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ആ അമ്മ പറയുന്നുണ്ട്, തൻ്റെ മകൻ ആ ഒരു കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിയപ്പോൾ അതീവ നിരാശനായിരുന്നു, സങ്കടം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ചോദിച്ചിട്ടും പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് പറയേണ്ടത്? അമ്മയോട് പറയണോ താൻ ബസ്സിൽ വെച്ച് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമത്തിന് ആരോപണ വിധേയനായി? അങ്ങനെ ആ വിഷമം ഒരിക്കലും ഉൾവലിഞ്ഞ് ജീവിക്കുന്ന പ്രകൃതമുള്ളവർ അത്തരത്തിൽ തനിക്ക് പറയാൻ
ബൗണ്ടറീസ് ഉണ്ടാകും, ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ആരോടും പറയാതെ അയാൾ ആ വിഷമം ഉള്ളിലൊതുക്കി. ഒടുവിൽ അവസാനം ആ വിഷമത്തിനൊടുവിലാണ് അയാൾ സ്വന്തം ജീവിതം ഈ ശനിയാഴ്ച രാത്രിയാണ് ഈ ഒരു തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ തലേദിവസം ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. ആ ദിവസം രാത്രി കിടക്കാനായി റൂമിലേക്ക് പോയ ഇയാൾ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ പിറ്റേ ദിവസം ഞായറാഴ്ച കണ്ടെത്തുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഈ സ്ത്രീ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ക്രൈമാണ്, സൈബർ അതിക്രമമാണ് ഈ മനുഷ്യൻ നേരിട്ടത്. ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമുക്ക് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിടുന്നില്ല എന്ന് നമ്മളും പറയുന്നില്ല. അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് നേരിട്ടാലും ആ ഒരു പൊതുവിടം, ബസ് ആണെങ്കിൽ ബസ്, ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ, അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളികളും അതെ തീർച്ചയായും. ഇപ്പോൾ ഇതിനൊരു നമ്മളിപ്പോൾ ധാരാളം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നാളെ ഒരു സ്ത്രീ ഇത്തരത്തിലൊരു ദുരനുഭവം ഒരു മനുഷ്യനിൽ നിന്ന് നേരിട്ടാൽ ആ സ്ത്രീക്ക് പോലും ഒരു പരിഗണന സാമൂഹിക മാധ്യമങ്ങളിലെ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് പോലും കിട്ടില്ല. പൊതുവിടങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പല നിയമങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ട് പുരുഷന്മാർക്കെതിരെ ഇത് ഉപയോഗപ്പെടുത്താൻ നിരന്തരം സ്ത്രീകൾ ശ്രമിക്കുന്നുണ്ട്. അത് വ്യക്തിവൈരാഗ്യം മൂലവും മറ്റ് ഭൂമി ഇടപാടുകൾ ബന്ധപ്പെട്ട തർക്കങ്ങൾ മൂലവുമൊക്കെ വ്യാജമായിട്ട് പീഡന പരാതികളടക്കം കൊടുക്കുന്നത് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2025 ഡിസംബറിൽ ഒരു ജഡ്ജിമെൻറ്റ്, ഹൈക്കോടതി ജഡ്ജിമെൻറ്റ് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സ്ത്രീ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ എടുത്തുചാട്ടത്തിൽ അവർ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത്. അതിനകത്ത് അവരുടെ കയ്യിൽ അൺഎഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പോലീസിന് മുന്നിൽ ഹാജരാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഇത്തരത്തിൽ അവർക്കല്ല ലൈംഗികാതിക്രമം നേരിട്ടത് ആ ഒരു പെൺകുട്ടി, അവരുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടി എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വെളിപ്പെടുത്തണമായിരുന്നു. ഇവരത് കണ്ടു നിന്നിട്ട് അതൊരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ, അപകീർത്തികരമായ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അതിൻ്റെ ഈ സാമൂഹിക മാധ്യമങ്ങൾ ഒരു ഫെയിമാണ്. ആ ഫെയിം കിട്ടാൻ വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അതെ, ഇതിനുശേഷം അവർക്ക് വന്ന ഫോളോവേഴ്സ് കണ്ടാൽ തന്നെ അറിയാം ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട്. അതെ, ഇത് നെഗറ്റീവ് ആണെങ്കിലും അതിൽ പോസിറ്റീവ് ആണെങ്കിലും ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഓരോന്നും അവർക്ക് അനുകൂലമാണ്. അത് കമൻറ്റുകൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവരുടെ റീച്ചാണ്. ആ റീച്ചിന് പിന്നാലെ ഇടുന്ന പോസ്റ്റുകൾക്ക് ഇനിയും റീച്ച് ഉണ്ടാകും. അപ്പോൾ ഇവരവകാശപ്പെടുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നം, ഗുരുതരമായ ലൈംഗിക വൈകൃതം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ നിയമ നടപടികളുമായിട്ട് പോകണമായിരുന്നു. അല്ലാത്ത പക്ഷം അയാൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കാനേ നമുക്ക് തരമുള്ളൂ. പോയത് ആ മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ ആ വീടിൻ്റെ പേര് ദീപക് എന്നാണ് മുൻപിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രായമായ മാതാപിതാക്കൾ, ആ അമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത തരത്തിലാണ്. ഒരു പ്രായമായി വയോധികരായ മാതാപിതാക്കൾക്ക് അവരുടെ പ്രായാധിക്യത്തിൽ താങ്ങാകേണ്ട മകൻ ആരുടെയോ ഒരു വാശിയിൽ, ആരുടെയോ ഒരു ആർത്തിയിൽ എരിഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ആ മകന് അച്ഛനില്ലാതായി. ഇത് മാത്രമാണ് പറയേണ്ടത്. ഇതിനി ആവർത്തിക്കപ്പെടരുത്. സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് അതവർ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ഇത്തരത്തിൽ ക്രിമിനൽ വാസനയുള്ള പുരുഷന്മാർക്ക് അത് നാളെ ഒരു അനുഗ്രഹമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദീപകിൻ്റെ കുടുംബം നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിഞ്ഞത്. എന്തായാലും ആ മനുഷ്യന് നീതി കിട്ടട്ടെ. നേരത്തെ ADM നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ പോലെ മറ്റൊരു അതിജീവിത എന്ന് തന്നെ പറയേണ്ടി വരും, അതിജീവിത കൂടി ഉണ്ടായിരിക്കുന്നു. ശരി.